കോമഡിയാണ് കേട്ടോ. നല്ലൊരു രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പടം. പഴയ സത്യനന്ദിക്കാട് പടമൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഫീല്. പൊന്മുട്ടിടുന്ന താറാവും അതുപോലെ മഴവിൽക്കാവിടെയൊക്കെ ആ ടൈപ്പ് ഒരു നല്ലൊരു പടം. പഴയ ഒരു ഇബിലിസ് എന്നുള്ള പടമില്ലേ ആസിഫലിയുടെ, അതിൻ്റെയൊക്കെ ഒരു ടോണിലാണ് പടം പോകുന്നത്. കുഴപ്പമില്ല കേട്ടോ. നല്ല സിനിമ, നല്ല കോമഡി, രസമായിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ കലക്കി നല്ല മൂവിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ലൈക്ക് അവർ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ലൊക്കേഷൻ ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലൈമാക്സ് ഇത്ര ചെയ്തി വരുമ്പോൾ പ്രതീക്ഷിച്ചില്ല. റിയലി നൈസ്. കലക്കി, എല്ലാവരും കലക്കി. ഈ മിത്തുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, വിശ്വാസങ്ങളെ കുറിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഓരോ കാര്യങ്ങൾ. അത് കണക്ട് ആയി. നല്ല കോമഡി ആയിരുന്നു, അടിപൊളിയായിരുന്നു സംഭവം. അന്ധവിശ്വാസം വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട. കുറിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് കണക്ട് ആയെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ മെസ്സേജ്. അതെ, ഞാൻ പറഞ്ഞത് ഒരു ഹിഡൻ മെസ്സേജ് പോലെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നന്നായി കൺവേ ആയിട്ട് തോന്നുന്നു. നന്നായിട്ട് നല്ലോണം ചിരിക്കാതെ നല്ലൊരു എന്താ പറയുക കോമഡിയുടെ രൂപത്തിൽ അവർ ഹിഡേന് ഇങ്ങനത്തെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ താഴെയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ആള് വെർസറ്റൈലായിട്ടുള്ള ആക്ടറാണല്ലോ. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സ്പെഷ്യലാണ്. ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. നല്ല രസം. ഈ ക്ലൈമാക്സിലൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്തു. പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ അതും നമ്മൾ നല്ലൊരു കോമഡി ആയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദീപയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? നല്ല എല്ലാവരും നന്നായി. അതേപോലെ എല്ലാ ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതേപോലെ നന്നായി. വെരി ഗുഡ്. എല്ലാവരുടെയും ക്യാരക്ടർ നന്നായിരുന്നു. വെരി ഗുഡ്. ഓവറോൾ നല്ല മൂവിയായിരുന്നു. നല്ല നല്ല മൂവിയായിരുന്നു. ഈ മിത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പോൾ അത് കണക്റ്റായി തോന്നുന്നു. ലൈക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് കറക്റ്റ് ആയിരിക്കും. ലൈക്ക് ആ തോന്നുന്നു നല്ല നല്ല മൂവിയാണ്. സിനിമയും വ്യത്യസ്തമാണ്. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ്, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പി. പിന്നെ പ്രിവ്യൂ ഷോയ്ക്ക് കാണാൻ സിനിമ നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വേറൊരു മോഡലാണ് ഈ ഫിലിം എടുത്തിരിക്കുന്നത്. അതിൽ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ടൈമോ കാര്യങ്ങളൊന്നും പറയാത്ത എന്നാൽ ഒരു നല്ല ഒരു പഴയ നമ്മുടെ ഈ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ പൊന്മുട്ടിടുന്ന താറാവും ആ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു പ്രതീതി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. സോ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതിനെപ്പറ്റി ഫാമിലി തമാശകൾ ചേർന്നിട്ട് എന്നാൽ കുറേ രസകരമായിട്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ 2-2.5 മണിക്കൂർ സിനിമ കാണുന്നത് തന്നെ നമ്മൾ എൻജോയ് ചെയ്യാനല്ലോ. തീർച്ചയായിട്ടും 100% ഈ സിനിമ അത് എന്താ പറയുക ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലുക്കുമാൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. വിനയൻ ചേട്ടൻ നന്നായിട്ടുണ്ട്. വിനയൻ ചേട്ടൻ ആ പിടിച്ച ക്യാരക്ടർ 100% ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാത്തത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ സിനിമ വിജയിപ്പിക്കാം. എനിക്ക് മനസ്സിൽ തോന്നുന്ന, എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് അത് പ്രേക്ഷകർ ഏത് തരത്തിലും എടുക്കാം. ഒരാൾ അത് എങ്ങനെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും എനിക്ക് ഇത്തരം സിനിമകൾ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി വേറൊരു ജോണർ പരീക്ഷിക്കണം ആദ്യം. അതിനുശേഷം ഇത്തരം നല്ല സന്ദർഭങ്ങളും നല്ല കഥകളും തിരക്കഥകളും മനസ്സിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. പെരുമാനിയുണ്ട്. നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ഈ ഫോട്ട് ഒരു തിരിച്ചുവരും തന്നെ പറയാം. പിന്നെ ഹോം എന്ന പടത്തിന് ശേഷം നമ്മുടെ ദീപ തോമസിൻ്റെ ഗംഭീര അഭിനയം തന്നെ പറയാം. കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, ഫാമിലി ത്രില്ലറാണ്. ഒരു പൊന്മുട്ടിടുന്ന താറാവുന്ന സിനിമ കണ്ട എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഒരു പക്ക കോമഡി, ഒരു കോമിക്കൽ ഡ്രാമയാണ്. ഒരു കാർട്ടൂൺ പോലെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ തോന്നുമെങ്കിലും കുറച്ച് ലാഗ് അനുഭവപ്പെടുന്നില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വിനയ് ഫോർട്ടിൻ്റെ ചിത്രമാണ്. നാസർ എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് വിനയ് ഫോർട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അബി എന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ ലുക്മാനൊക്കെ ഗംഭീരമായിട്ട് പൊളിച്ചടിക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 ടൈം ആശപ്പെട്ടു ഉള്ള സിനിമയാണ്. ഞാൻ കണ്ടു, നല്ല ഗംഭീര പടമാണ്. ഫാമിലിയായിട്ട് കണ്ട് സന്തോഷിക്കാൻ പറ്റും. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് തന്നെ കാണാം. പടം മോഹിച്ചേണ്ട 3ാമത്തെ പടമാണ്. ഇത് 3 തരത്തിലുള്ള പടം ഭയങ്കര കോമഡി ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി അവരായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ പടത്തിൽ എനിക്ക് ഭാഗവതം പറ്റിയത്. അത്രയും കഷ്ടപ്പെട്ട് സിനിമയിൽ അഭിനയിക്കുന്ന
ഇന്ന് നടന്നതിന് സന്തോഷം എല്ലാവരും എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ഒരു അനിയനെ പോലെ കൂട്ടു നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പെരുമാനി വന്ന് കാണുക, അടിച്ചു പൊളിക്കുക. ഈ അവധിക്കാലത്ത് സന്തോഷമായിരിക്കുക. ഓക്കേടാ, കട്ട്.